സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറോളം ഞാൻ കിടന്ന് ഉറങ്ങി. ഇപ്പോഴും ഞാൻ കിടന്ന് ഉറങ്ങി. മണി ഇപ്പോൾ 12 മണിയായി. ഇന്നത് അവിടെ നിന്ന് നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആരുടെടുത്ത് സംസാരിച്ചുകൊണ്ട് വരിക. അപ്പം എന്തായാലും ഇപ്പോൾ എത്തും. ഹലോ, എനിക്ക് തോന്നുന്നു ചിന്നു ഞാനില്ലാത്തതിൻ്റെ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഞാനത് ഇന്ന് രാവിലെ ബാംഗ്ലൂരായിരുന്നു. ഇന്ന് രാവിലെ 7:30 ഫ്ലൈറ്റിലെത്തി. എനിക്ക് ഒന്ന് രാവിലെ ഒരു 9:10 മണിയായപ്പോൾ എത്തിയിട്ട് ഞാൻ നേരെ ഫ്ലാറ്റിലോട്ടല്ല പോയത്. ഞാൻ നേരെ ചിന്നു അമൃത ടി വിയിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിന്നു താമസിക്കുന്ന ഇവിടെ സ്റ്റാർലിറ്റിലാണ്. അപ്പോൾ സ്റ്റാർലിറ്റിലോട്ട് നേരെ അങ്ങ് പോകുന്നു. അതാകുമ്പോൾ വൈകുന്നേരം ചിന്നു വരുമ്പോൾ ചിന്നൊരു സർപ്രൈസ് ആകും. ചിന്നു ഇരിക്കുന്നത് ഞാൻ നേരെ വീട്ടിൽ പോയി എന്നാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ രാവിലെ എത്തിയിട്ട് നല്ലൊരു ഉറങ്ങി എണീറ്റപ്പോഴാണൊന്ന് മൊത്തത്തിലൊന്ന് ശരിയാന്ന് ഫ്രഷ് ആയത്. അപ്പോൾ ചിന്നു വൈകുന്നേരം നേരെ ഇങ്ങോട്ട് വരും. പിന്നെ ചിന്നുവിന് ഞാൻ ഇന്നലെ ചിന്നു ഭയങ്കര സാറ അഡിക്റ്റാണ്. സാറ ബ്രാൻഡിൻ്റെ എന്ത് സാധനം കിട്ടിയാലും മതി വരാത്ത ഒരാളാണ് ചിന്നു. അപ്പോൾ ഇന്നലെ സാറയിൽ പോയിട്ട് ചിന്നുവിന് സർപ്രൈസായിട്ട് ഞാനൊരു ചെറിയ സാധനം മേടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ ചിന്നുവിനൊരു സർപ്രൈസായിട്ട് ചിന്നു കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു. ഒരു ബാഗും ഒരു പെർഫ്യൂമും ഉണ്ട് എൻ്റെ കയ്യിൽ. അത് നല്ലതാണോന്നൊന്നും അറിയത്തില്ല. എനിക്ക് ഇങ്ങനെ സെലക്ഷനൊന്നും വലിയ നിശ്ചയമുള്ള പരിപാടിയല്ല, എങ്കിലും ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ചിന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചിന്നുവിന് സർപ്രൈസ് ആയിരിക്കും. എന്നെ കാണുന്നതിൽ സർപ്രൈസ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് സാറയിലെ സാധനം ചിന്നു കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സാറയിലെ സാധനങ്ങളൊക്കെ. ഒരു ബാഗാണ്. അതിൻ്റെ അകത്ത് ബാഗ് എനിക്കൊന്ന് ചിന്നു പൊട്ടിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് നല്ലത്. ഒരു 3-4 ദിവസമായിട്ട് ഞാനില്ലായിരുന്നു. ഒരാഴ്ചത്തോളമായിട്ട് ഞാനില്ല. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം മാറിയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല, 2 മാസമായിട്ടേ ഉള്ളൂ. എങ്കിലും കല്യാണത്തിന് ശേഷം ഇത്രയും ദിവസം മാറി നിന്നത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും ചിന്നു വന്ന് നോക്കട്ടെ, കാണാം നമുക്ക്. ചിന്നു എന്താണ് ചിന്നുവിൻ്റെ വ്ളോഗിൽ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു, വയ്ക്കി ഞാൻ ഇവിടെ ഇവിടെയാണ് ഞാൻ എൻ്റെ കണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചിന്നു വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. ഞാനപ്പോഴത്തേക്ക് ഒരു ഉറക്കം കൂടെ ഉറങ്ങി എനിക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ഈ ക്ഷീണം മൊത്തം മാറും. ഓക്കെ, അപ്പോൾ ചിന്നു വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തു നോക്കാം. പിന്നെ കുറച്ച് ദിവസമായിട്ട് കാണാത്തതുകൊണ്ട് നല്ല മിസ്സിങ്ങും ഉണ്ട്, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. രണ്ടുപേരും തിരക്കായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എന്തായാലും വരട്ടെ, അത് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം. ഓക്കെ. 8 hours later. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറോളം ഞാൻ കിടന്ന് ഉറങ്ങി. ഇപ്പോഴും ഞാൻ കിടന്ന് ഉറങ്ങി. മണി ഇപ്പോൾ 12 മണിയായി രാത്രി. ചിന്നു ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് ഞാൻ സർപ്രൈസ് ആയതുപോലെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും ഒരു തിരിച്ചു പോക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അർച്ചന ചേച്ചി ഇവിടെ റൂമിലുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവൾ വന്ന് കഥ തുറന്ന് കോളിംഗ് ബെല്ലല്ലേ കഥ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് തുറന്ന് ഇവളെങ്ങാനും പേടിച്ചിട്ട് വല്ല ബാഗ് വല്ലതും മാർക്കിൻ്റെ തലക്കടിച്ചാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അർച്ചന ചേച്ചി റൂമിലുണ്ട്, അവിടെ ചെന്നാൽ മതി, ചേച്ചി അവിടെ ഉണ്ട്, ചേച്ചീനെയും കൂട്ടിയിട്ട് വീട്ടിലോട്ട് വന്നാണ് പറഞ്ഞത്, ഞാൻ ഫ്ലാറ്റിലോട്ട് വന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ എത്തുമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം ലൈക്ക് അരമണിക്കൂറിൽ എത്തുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ചേച്ചീനെയും കൂട്ടിയിട്ട് ഫ്ലാറ്റിലോട്ട് വരാമെന്ന്. അപ്പോൾ ഒരു അരമണിക്കൂറിൽ ഇങ്ങോട്ട് എത്തുമായിരിക്കും. ഞാനിവിടെ ഇരുന്നിരുന്ന് ഉറങ്ങി എൻ്റെ കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 10-20 മിനിറ്റിനകത്ത് ചിന്നു വരുമെന്ന് തോന്നുന്നു. അപ്പം വരട്ടെ, വന്നിട്ട് നമുക്ക് സർപ്രൈസ് ചെയ്യാം. ഇത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇനി സർപ്രൈസ് ആയില്ലെങ്കിൽ ശശിയാവും. അപ്പം അങ്ങനെ ആവട്ടെ. 1 eternity later. ചിന്നുതേ അവിടെ നിന്ന് നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആരുടെടുത്തും സംസാരിച്ചുകൊണ്ട് വരിക. അപ്പോൾ എന്തായാലും ഇപ്പോൾ എത്തും. അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം സർപ്രൈസ് ആയില്ലെങ്കിൽ നോക്കട്ടെ. ശബ്ദം കേട്ടല്ലോ, പിന്നെ എനക്കൊന്നുമില്ല. ഈ ട്രോളി ഇറങ്ങി വരുന്ന ശബ്ദമുണ്ട്. നോക്കട്ടെ, റെഡി ആയിട്ടിരിക്കാം. എത്തി. ಎಂತ ಏನ್ ಬೇಕು ನಿಮ್ಗೆ? ಕರ್ನಾಟಕದಲ್ಲಿ നിന്ന് നിന്റെ ഹസ്ബൻഡ് വന്നിരുന്നേ.
ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ പോയിന്ന്. ഞാൻ വീട്ടിൽ പോയിന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ പോയെന്നല്ലേ? സർപ്രൈസ് ആയ? എത്ര ദിവസമായി പോയിട്ട്? ഇഷ്ടപ്പെട്ട സർപ്രൈസ്? എത്ര ദിവസമായി പോയിട്ട്? 5-6 ദിവസം. നിന്നെ ഡയാനി നോവിച്ചേട്ടൻ അഖിലേട്ടനൊക്കെ ചോദിച്ചു എന്താ വരാതെ പോയാ. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്, ഞാൻ എന്താ തിരക്കായിട്ട് ചേച്ചിയുടെ കൂടെ ഒക്കെ പോയി എന്ന് പറഞ്ഞ്. അയ്യോ, സർപ്രൈസ് ആയോ? ഉറങ്ങി ഒരു വഴിയായി. വീഡിയോ കോളാ? വീഡിയോ കോളോ? വീഡിയോ പതിവൊന്നുമില്ലല്ലോ. എത്ര ദിവസമായി പോയിട്ട്? ശരി, ഒരു മിനിറ്റ്. വീണ്ടും പഴയ ഇതാ വ്ലോഗ് എടുത്താ? ഞാൻ ചുമ്മാ എടുത്ത് വെക്കുന്നു. എന്ത്? എത്ര ദിവസമായി പോയിട്ട്? 6 ദിവസമായി പോയിട്ട്. ഒരു വിചാരമുണ്ടോ നീ ഇപ്പൊ ഭർത്താവല്ലേ? സുന്ദരിയായല്ലോ, അല്ലെങ്കിൽ സുന്ദരിയ. ക്യാമറയിൽ നമ്മൾ കാണാം. മണ്ടാ ഇത്. സോറി. അപ്പൊ അങ്ങനെ ഞങ്ങള് 8 മണിക്കൂറത്തെ ഉറക്കവും എത്ര നേരമായെന്നറിയാൻ ഞാനിരിക്കുന്നത്. ഇനിയൊരു സാധനം ഉണ്ട്. ഇനിയൊരു സാധനം തൊട്ട് ഇത്രയും വലിയ ബാഗിലൊരു സാറാ. ഓക്കെ, എങ്ങനെയുണ്ട്? ഇതിനകത്ത് എന്തുണ്ട്? അയ്യോ എനിക്ക് ടോട്ട് ബാഗ് അകത്തെന്താ ഉള്ളെ? ഭ്രാന്താണ്. അകത്തൊരു ഉണ്ട്. പുതിയതാ? ഇത് പുതിയതായിട്ട് പറയുന്നത്. എനിക്ക് ബാഗ്, അത് ടോട്ട് ബാഗ്. മനസ്സിലായി? സെയിം ആണ്. നോക്ക് അതേ ചെല്ലാം. ഇത് താങ്ക് യു സോ മച്ച് നന്ദു. വെൽക്കം. എന്തുണ്ടെന്നിട്ട് എനിക്ക് എന്താ കൊണ്ടുവന്നേ? ഒന്നും കൊണ്ടുവന്നില്ല. നീ ഇല്ല, ഞാൻ അറിയില്ലേനു. നീ എൻ്റെ അടുത്ത് എനിക്ക് വിഷമം വന്നു. നീ പറഞ്ഞില്ലായിരുന്നോ നീ വരൂല? നീ വരൂലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എന്നിട്ട് ഞാൻ വെച്ചാൽ എന്തായാലും ഇപ്പൊ എത്ര 12 ആയില്ലേ? ഞാനിപ്പോ ഡയനോട് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഞാൻ ശബ്ദം കേട്ടു, അപ്പഴേ ഞാൻ നമ്മളെ മാത്രം. അയ്യോ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ തിരിച്ചെത്തിരിക്കുകയാണ്. എന്താ കണ്ടന്റ്? എന്താ സർപ്രൈസ്? ഞാൻ ഇത് തരാൻ കരുതിയിട്ട്. എന്തായാലും നീ മറ്റേ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇത് ഞാൻ ബാംഗ്ലൂർ പോയപ്പോ ഒറ്റയ്ക്ക് നീ എന്തോ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞു എഡിറ്റ് ചെയ്യാൻ. അതിന്റെ കൂടെ എടുത്ത് വെക്കാൻ നിർത്തിയത്. അതാകുമ്പോ എന്റെ ഫാൻസിന് സന്തോഷം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെയും എന്റെ മോൻ നോക്കി ഭയങ്കര അത്ര ദിവസത്തെ അറുമാതിപ്പല്ലോ നല്ല ഉറക്കമായിരുന്നു കിടന്നിട്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഒരുമിച്ചിരിക്കും. മിസ് ചെയ്തന്നെ. പിന്നെ എല്ലാരും അവിടുത്തെ സ്കിറ്റ് കളിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ട് വെക്കും, ചേട്ടൻ വന്നില്ലേ? ഞാൻ ഇല്ലടാ, ചേട്ടൻ നോബിച്ചേട്ടൻ ഗൾഫിൽ നിന്ന് ദുബായിന് മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ യെസ്, അപ്പൊ നമ്മളിത് വീണ്ടും കണ്ണാപ്പി ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങള് പോയി കഥകളൊക്കെ പറയട്ടെ. ഷൂട്ടിന്റെ കുറെ കഥകൾ പറയട്ടെ. എപ്പിസോഡ് എനിക്കുണ്ട് കുറെ കഥകൾ. ഹിപ്നോട്ടിസം ചെയ്തു എപ്പിസോഡ് വരുമ്പോ ഇവര് കാണും മറ്റത് സ്ലീപ്പ് ഇങ്ങനെ വീഴും. നോബി ചേട്ടനെയും എനിക്കറിയില്ല. പിന്നെ ഞാൻ പാട്ടൊക്കെ പാടിയെന്ന് എനിക്കറിയില്ല. നോബി ചേട്ടനും അഖിലേട്ടനും ഇല്ലേ, നമ്മളെല്ലാരും ഇരുത്തി ഷേദിച്ചിന് എല്ലാരും ഇരുത്തി. നോബി ചേട്ടനും അഖിലേട്ടനും ആദ്യം തന്നെ നിങ്ങൾ നമ്മളായിട്ട് കണക്ട് ആയില്ലെന്ന് എപ്പിസോഡ് വരുമ്പോ അറിയാം. കോമഡി മാസ്റ്റേഴ്സ് കാണുന്ന എല്ലാരും. അപ്പൊ ഞങ്ങള് പോയിട്ട് ഞങ്ങളുടെ എന്താ പറയാ വിശേഷങ്ങൾ പങ്കുവയ്ക്കട്ടെ. ബാക്കി പറഞ്ഞു ശ്രമിച്ചോളൂ. ബാംഗ്ലൂർ പോയിട്ട് 2ാമത്തെ ദിവസം നീ വാ. എനിക്ക് ഷൂട്ടുകളുണ്ട്, പോയിട്ടില്ല. എനിക്ക് മേല അതെ. പിന്നെ പനിയുണ്ട്, ചുമയുണ്ട്, ജലദോഷമുണ്ട്, എല്ലാം ഉണ്ട്. So guys, please do subscribe, like, comment, bell button. അപ്പൊ ശരി, ബൈ. ബൈ ബൈ ബൈ. ശരി കേട്ടോ, നമ്മള് വിശേഷം പറയട്ടെ. ഓക്കെ ബൈ.